നമസ്കാരം. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിലെ PBയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. കേന്ദ്രതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളിൽ ഏറ്റവും മുതിർന്ന അംഗം ബൃന്ദ കാരാട്ടാണ്. എന്നാൽ ബൃന്ദയുടെ വിഷയത്തിൽ കേരള ഘടകം എടുക്കുന്ന നിലപാട് നിർണായകമാവുകയും ചെയ്യും. കാരണം ബൃന്ദ കാരാട്ടിനോട് കേരളത്തിനത്ര താല്പര്യമൊന്നുമില്ല. CPMൽ കൂടുതൽ പിടിമുറുക്കണമെന്ന ആഗ്രഹം കേരള ഘടകത്തിനുണ്ട്. നിലവിൽ CPMന് ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പുതിയ ജനറൽ സെക്രട്ടറിയെ നിർണയിക്കുന്നതിൽ കേരള ഘടകത്തിന്റെ തീരുമാനമാണ് ഏറ്റവും നിർണായകമായി ഉണ്ടാവുക. പ്രായപരിധി നിബന്ധന അനുസരിച്ചിട്ടാണെങ്കിൽ ബൃന്ദ കാരാട്ട് അടുത്ത സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടതാണ്. പിന്നെ MA ബേബി, A വിജയരാഘവൻ എന്നിവരുടെ പേരുകളും ചർച്ച ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. തൽക്കാലം താൽക്കാലിക ചുമതലയാകും ഒരാൾക്ക് നൽകുകയെന്നും പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ നിശ്ചയിക്കുമെന്നുമാണ് നേതാക്കൾ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം. പ്രായപരിധിയിൽ ബൃന്ദയ്ക്ക് ഇളവ് കൊടുക്കില്ല. അതായത് അടുത്ത സമ്മേളനത്തോടെ ബൃന്ദയ്ക്ക് CPM ഉന്നത നേതൃത്വത്തിൽ നിന്ന് മാറേണ്ടി വരും. താൽക്കാലിക ചുമതല ആർക്ക് നൽകുമെന്നതും നിർണായകമാണ്. കേരള ഘടകത്തിൽ ഇപ്പോൾ ചില പൊട്ടിത്തെറികളുണ്ട്. ഇതും തീരുമാനത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തു നിന്നൊരു നേതാവ് ജനറൽ സെക്രട്ടറി ആകാനും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സ് ഇനിയും വ്യക്തമല്ല. ബേബിയേക്കാൾ വിജയരാഘവനോടായിരുന്നു പിണറായിക്ക് മുമ്പ് താല്പര്യം. EP ജയരാജനെ പോലും അവഗണിച്ചാണ് വിജയരാഘവന് PBയിലേക്ക് അവസരം നൽകിയത്. എന്നാൽ അൻവറിന്റെ ആരോപണങ്ങൾ ചിത്രം മാറ്റുകയാണ് ഉണ്ടായത്. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിജയരാഘവനെയാണ് പിന്തുണയ്ക്കുന്നതും. ഈ ഭിന്നത CPM ജനറൽ സെക്രട്ടറിയെ നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുകയും ചെയ്യും. കേരളത്തിലെ നേതാക്കൾക്കിടയിൽ പൊതുധാരണ രൂപപ്പെടുത്താനുമൊക്കെ സാധ്യതയുണ്ട്. ദേശീയ തലത്തിൽ CPMന് പഴയ കരുത്ത് ഇന്നില്ല എന്നോർക്കണം. എന്നിട്ടും യെച്ചൂരിയുടെ വ്യക്തിപ്രഭാവത്തിലായിരുന്നു CPM മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്കും യെച്ചൂരിക്ക് അർഹിച്ച അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. യെച്ചൂരിയുടെ മരണത്തോടെ പകരക്കാരനായെത്തുന്ന ആൾക്ക് ഈ കരിസ്മ ഉണ്ടാകുമോ എന്നറിയില്ല. ഇതും CPMനെ വലയ്ക്കുന്ന കാര്യമാണ്. ദേശീയ തലത്തിൽ തലയെടുപ്പുള്ള നേതാവിനെ കണ്ടെത്താൻ CPMന് ഇനി കഴിയുമോ എന്ന ചർച്ചയും സജീവമാണ്. മുഹമ്മദ് സലീം, MA ബേബി, A വിജയരാഘവൻ എന്നിവരുടെ പേരുകൾ നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഈ മാസം അവസാനം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് സൂചന. കേരളത്തിലെ പൊട്ടിത്തെറി പ്രശ്നങ്ങൾ സലീമിനെ ജനറൽ സെക്രട്ടറിയാക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. മുഖ്യമന്ത്രി പിണറായിയുടെ മനസ്സ് ഇതിൽ നിർണായകവുമാണ്. ഇന്നലെ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 6 മണിക്ക് അദ്ദേഹത്തിന്റെ ഡൽഹി വസന്ത് കുഞ്ചിലുള്ള വസതിയിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. നാളെ രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണിവരെ പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5 മണിക്ക് AKG ഭവനിൽ നിന്നും വിലാപയാത്രയെ മൃതദേഹം ഡൽഹി എയിംസിന് കൈമാറും. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി ചികിത്സയിലായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഓഗസ്റ്റ് 19-നാണ് അദ്ദേഹത്തെ ന്യൂമോണിയ ബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിലെ PBയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമേ ആലോചന തുടങ്ങുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. നന്ദി.